പാവങ്ങളെ ഇഷ്ടപ്പെടാത്തവർക്ക് എന്ത് മഹബത്ത്, പാവങ്ങളോട് താല്പര്യമില്ലാത്തവർക്ക് എന്ത് ഉഖ്റവിയായ ചിന്തകൾ. നിങ്ങൾ കേട്ടിട്ടില്ലേ സ്വഹാബിയായ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു? ആ സ്വഹാബിയുടെ സ്ഥാനപ്പേര് തന്നെ അബുൽ മസാക്കീൻ എന്നാണ്, പാവങ്ങളുടെ ഉപ്പ എന്നാണ്. ആ സ്വഹാബിന്റെ ടൈറ്റിൽ അങ്ങനെയാണ്, പാവങ്ങളുടെ ഉപ്പ. എന്താ ആ പേര് വരാനുള്ള കാരണം? പാവങ്ങൾക്ക് നന്നായി സ്വതക്ക ചെയ്യും, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ മഹാനവറുകൾക്ക് വല്ലാത്ത താല്പര്യമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഒരാളാണ് സൈനബ് റളിയല്ലാഹു അൻഹ. സൈനബ് റളിയല്ലാഹു അൻഹയുടെ പേര് ഇതേപോലെ ഉമ്മുൽ മസാക്കീൻ എന്നാണ്, പാവങ്ങളുടെ ഉമ്മ. എന്റെ വാഴ കേൾക്കുന്ന ഉമ്മമാരെ, നമുക്കെങ്ങാനും ആ ടൈറ്റിൽ ഒരു 4 മോമിനീങ്ങൾ നമ്മുടെ മരണശേഷം പറഞ്ഞാൽ വജബത്, നമുക്ക് സ്വർഗം ഉറപ്പായിട്ട് കിട്ടും. ഒരു പെണ്ണുങ്ങൾ മരണപ്പെട്ടപ്പോൾ അയൽവാസികൾ പറയാ, നമ്മുടെ മറിയത്ത മരിച്ചു, നമ്മുടെ നഫീസ്ത മരണപ്പെട്ടു. ഏത് നഫീസ്ത? നമ്മുടെ പള്ളിയുടെ ആ ബേക്ക് ഭാഗത്ത് വീടുള്ള അവർ മരിച്ചു. എത്ര പാവങ്ങളായ മുത്തഅല്ലിമീങ്ങൾക്ക് ഉസ്താദുമാർക്ക് ആ ഉമ്മ ഭക്ഷണം കൊടുത്തത്. ഈ സ്ഥാപനത്തിൽ ഈ ദർസ് തുടങ്ങിയ കാലം മുതൽ ഇവിടെ പഠിച്ചു പോകുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളായ ആലിമീങ്ങൾ ആ വീട്ടിലെ ഭക്ഷണം അനുഭവിക്കാത്തവർ ഉണ്ടാവില്ല. 4 ആൾ അങ്ങനെ പറഞ്ഞോ, വജബത്, അവിടെ നിങ്ങൾക്ക് സ്വർഗ്ഗം പോയി. ഒരു മയ്യത്തിനെ കുറിച്ച് 4 ആൾ നല്ലത് പറഞ്ഞാൽ അയാൾക്ക് സ്വർഗം കിട്ടിയെന്ന് ഹദീസിൽ കാണാം. ആ 4 മോമിനീങ്ങളുടെ നാവിലൂടെ മലക്കുകളാണ് അവരെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ, ഓ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നമുക്ക് ഒരു ആത്മീയ വിലാസം ഉണ്ടാവണം.